ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു സ്വർഗീയ ന്യായാസനം. എങ്ങോട്ടാ? ഇത് നല്ല ചോദ്യം. സ്വർഗത്തിലേക്ക്. സ്വർഗത്തിലേക്കുള്ള പാസ് ഉണ്ടോ? പാസോ? ഓ, ഇവിടെ റേഷൻ കാർഡിനൊക്കെ എന്താ വെയിറ്റ്. എന്റെ പൊന്നു മോളെ, അതൊന്നും ഇങ്ങോട്ട് കയറ്റി വിടത്തില്ല. അതല്ല, ഇങ്ങോട്ട് കിടക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്ന്. ഓ, ഐഡന്റിറ്റി കാർഡ് മനസ്സിലായി. അതാ അവിടേക്ക് നോക്ക്. ദൈവദൂതൻ ഇരിക്കുന്നത് കണ്ടോ? അദ്ദേഹത്തിനോട് ചോദിച്ചാൽ സ്വർഗത്തിലേക്കുള്ള പാസ് തരും. ഓ, അതൊക്കെ നേരത്തെ പറഞ്ഞാ പോലെ. ദൈവദൂത നമസ്കാരം. സ്വർഗത്തിലേക്കുള്ള പാസ് എന്റെ തന്നേരും. താങ്കളുടെ പേരെന്തുവാ? അയ്യോ, എന്നെ മനസ്സിലായിരുന്നോ? ഇത് ഞാനാ, ആലമൂട്ടിലെ അവറാജൻ. താങ്കളുടെ പേര് ഈ ജീവപുസ്തകത്തിൽ കാണുന്നില്ലല്ലോ. കുറച്ചു നേരം അവിടെ ഇരിക്കെ. ഈ ജീവപുസ്തകത്തിൽ നോക്കട്ടെ താങ്കളുടെ പേര് ഉണ്ടോ എന്ന്. ഞാൻ നെല്ലിമൂട്ടിൽ തോമസിന്റെ ഭാര്യ ആലീസ്. നെല്ലിമൂട്ടിൽ തോമസ്? മോളെന്നെ ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങോട്ട് പോരാൻ? ഞാനും എന്റെ ഭർത്താവും ഒരു കാർ അപകടത്തിൽ പെട്ടു. ഞാൻ തൽക്ഷണം മരിച്ചു. എന്റെ ഭർത്താവ് രക്ഷപ്പെട്ടു. അയ്യോ, കഷ്ടമായി പോയി. എന്താ ഞാൻ പോകട്ടെ? എങ്ങോട്ടേ പോകുന്നേ? അവിടെ ദൈവദൂതൻ പാസ് എടുത്തിട്ട് പോകും. നെല്ലിമൂട്ടിൽ തോമസിന്റെ ഭാര്യ ആലീസ് ഞാൻ തന്നെയാണ്. അല്ലയോ ദാസിയെ, നീ സഹിച്ച കഷ്ടതയുടെയും നിന്ദയുടെയും പരിഹാസത്തിന്റെയും മുൻപിൽ പതറാതെ കർത്താവിന്റെ സന്നിധിയിൽ ഉറച്ച വിശ്വസ്ത സാക്ഷിയായി നിന്ന കർത്താവിന്റെ ദാസിയെ, നിനക്ക് സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഇന്നെങ്ങാനും എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുമോ? ഇത്രയും നേരം അതാണ് നോക്കിയിരുന്നത്. ഇതുവരെയും കണ്ടുപിടിച്ചില്ല.
ഓ, എന്നാ പറ്റി? ഓ, ഒന്നും പറയണ്ട. ഒരു കളവ് കേസ് ഞാൻ പെട്ടു. ആഹാ, കള്ളനാണല്ലേ? ഓ, അങ്ങനെ പറയണ്ട. അതിന്റെ ഒരു മാന്യമായ തൊഴിലാണ്. ഓ, ശരി ശരി. ഒരു അമേരിക്കക്കാരന്റെ വീട്ടിലേക്ക് 10,000 മോഷ്ടിച്ചു. പോകുന്ന വഴിക്ക് ആ വീട്ടിന്റെ കുരുത്തം കെട്ട വയ്യപ്പൻ എന്റെ തലയ്ക്ക് ഒറ്റൊരു അടി. ഞാനും വിട്ടില്ല. അതുപോലെ ഒരു അടി ഞാൻ വല്യപ്പന്റെ തലയിൽ കറക്കൂ. വല്യപ്പനെ അയച്ചു. ആ മുറിവ് അടയാളമാണ്. കുറെ നാൾ കഴിഞ്ഞ പോലീസിനെ പോയി ലോക്കപ്പിലേക്ക് അടിച്ചു. എല്ലാ കളവ് കേസ് എന്റെ പേരിലാണ്. അങ്ങനെ ലോക്കപ്പിൽ കിടന്ന് പെടഞ്ഞ് ഞാൻ മരിച്ചു. അപ്പൊ നീയാണ് എന്റെ വീട്ടിൽ കയറി 14,000 രൂപ മോടിച്ചത് അല്ലടാ? നിനക്കെന്റെ കാശ് വേണം അല്ലേ? കാക്കത്തുരുത്തിൽ റപ്പായുടെ മകൻ ജോസ്, അത് ഞാനാ. നിനക്ക് നരകത്തിലേക്ക് പോകാം. അയ്യോ, നരകത്തിലേക്കോ? അല്ലടാ, സ്വർഗത്തിലേക്ക്. നീ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു. വഞ്ചിച്ചും കലഹിച്ചും മോഷ്ടിച്ചും സ്വാർത്ഥമതികളായവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ല. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ദൈവവചനത്തെ അനുസരിക്കാത്ത നിനക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നീ തന്നെ നിഷേധിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ നരകത്തിലേക്ക് പോകും. ശേടാ, ഇവിടെയും പിച്ചക്കാരൻ. എനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കിഴക്കോട്ട്. തന്നെ പോലെ ദരിദ്രവാസിക്കുള്ള സ്ഥലമല്ലടോ ഇത്. ഇതേ സംശയമുണ്ട്, ദൂതനോട് ചോദിക്കും. സാറേ, ദൈവദൂത, ഞാനൊരു സമ്പന്നനായിരുന്നു. വേദനിക്കുന്നവർക്കും ദുരിതം അനുഭവിക്കുന്നവർക്കും ഞാൻ വാരി കോരിക്കൊടുത്തു. അവസാനം ഞാനൊരു ദരിദ്രനായി യാചകനായി പട്ടികിടം മരിച്ചു. ഭൂമിയിൽ ഒരു സമ്പാദ്യമില്ലാതെ എനിക്ക് എവിടെയെങ്കിലും ഒരിടം തരണം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നീ കർത്താവിനെ ആശ്രയിച്ച് ചെയ്തതൊക്കെയും സ്വർഗം നന്മയ്ക്കായി കണക്കിട്ടില്ല. അതുകൊണ്ട് നീ ഓടിയതും അധ്വാനിച്ചതൊന്നും വൃഥാവായിട്ടില്ല. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അതുകൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോകും. ഭാഗ്യവാൻ. ഇപ്പൊ ഞാൻ ഇതൊക്കെ ആലോചിച്ചിട്ട് എന്നതാണ് കാര്യം? എന്നാ മോനെ, കോളേജിൽ ചെത്തി നടക്കുന്ന പ്രായത്തിൽ എന്താ ഇവിടെ? കൂട്ടുകാരിൽ നിന്നും പഠിച്ച ദുശീലങ്ങൾ ജീവിച്ചു കൊള്ളുകയും മുമ്പേ എന്നെ ഇവിടെ എത്തിച്ചു. ഒരു യുവാവായ നിനക്ക് എന്ത് ദുശീലം? ഞാൻ ഒരു M.Com സ്റ്റുഡന്റാണ്. I was drunk and alcoholic. പലരും എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. ഞാൻ അത് തുടരും. എനിക്ക് ക്യാൻസർ രോഗം ബാധിച്ചു. എന്റെ മാതാപിതാക്കൾ ബുദ്ധിമുട്ടി സമ്പാദിച്ച പണം മുഴുവൻ ചികിത്സയ്ക്ക് വേണ്ടി ചിലവാക്കി. അനുഭവിച്ചു. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണ്. ഇവന്റെ മരണവാർത്ത അറിഞ്ഞെങ്കിലും ജീവിച്ചിരിക്കുന്ന ചെറുപ്പക്കാരെ ദുശീലത്തിൽ നിന്ന് പിന്തിരിഞ്ഞിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു. ദീപക്, കുഴിപ്പറമ്പിൽ വീട്. മഹരി, ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്. മദ്യപാനം, മയക്കുമരുന്ന്, ശത്രുത, കലഹം, അസൂയ, കോപം എന്നീ ജഡീക വ്യാപാരത്തിൽ ഏർപ്പെടുന്നവർ സ്വർഗരാജ്യത്തിൽ അവകാശമില്ലെന്ന് നിനക്കറിയില്ലേ? ജഡീക ശക്തികളെ മാത്രം മോഹിച്ച് നീ തന്നെ തിരഞ്ഞെടുത്ത ലുത്ത് നഗരാഗ്നിയിലേക്ക് പോയിക്കൊള്ളു. ഹലോ ബ്രദർ ദൂതൻ, ഞാൻ പല സഭകളിൽ പല സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള വ്യക്തിയാ, പല പദവികളിൽ. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഇല്ലെന്ന്. അംഗീകരിച്ച് കർത്താവിന്റെ കൽപ്പനയായ സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഏൽക്കുകയും
ഒരു ദൈവഭക്തനായി വിശുദ്ധ വചനപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ സ്വർഗം അവകാശമാക്കുവാൻ കഴിയുകയുള്ളൂ. ഇത് പലവട്ടം നീ ശ്രമിച്ചത്. ഈ സന്ദേശവുമായി അനേക ദൈവദാസന്മാർ ഭവനത്തിൽ കടന്നു വന്ന് അറിയിക്കുകയും നിന്റെ പാരമ്പര്യവും കുടുംബ മഹാത്മ്യവും ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന്റെ കൽപ്പനയെ നിസാരമായി തള്ളിക്കളഞ്ഞ അവകാശ, അതുമാത്രവുമല്ല ലോകത്തിന്റെ താൽക്കാലിക നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടി ഓടി നിന്റെ ജീവിതത്തിന്റെ പിടിവാശി മൂലം നിന്നെ ജീവൻ തുല്യം സ്നേഹിച്ച ഭാര്യയെ പോലും ഉപേക്ഷിച്ച അവകാശ, ഇതാ സ്വർഗത്തിൽ നിന്നും നിനക്കുള്ള വിധി പുറപ്പെടുവിക്കുന്നു. കെടാത്ത തീയും ചാകാത്ത പുഴുക്കളും നിറഞ്ഞ നിത്യ അഗ്നിയുടെ സ്ഥലമായ നരകത്തിലേക്ക്. സ്നേഹിത, ദൈവം നിനക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന കണ്ണുനീരില്ലാത്ത, കഷ്ടതയില്ലാത്ത, രോഗമില്ലാത്ത ആ നല്ല നാടിനെ നഷ്ടമാക്കാതെ, ഈ ലോകത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളുടെ പുറകെ ഓടാതെ ഒരു നാൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളി കേൾക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇതാ നോക്കൂ, സ്വർഗത്തിന്റെ വാതിൽ നിനക്കായി തുറക്കപ്പെടും.